വീണ്ടും നമുക്കൊരു ഡൂഡിൽ ആർട്ട് ചെയ്താലോ? അതും പാറ്റേൺ ആയിട്ടല്ല, ഇതേപോലെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ ക്യൂട്ട് ഫേസസ് ആട്ടോ നമ്മൾ വരച്ചെടുക്കണത്. പേപ്പർ മൊത്തം ഇങ്ങനെ വരച്ചെടുക്കുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫേസസ് വരുമ്പം അത് അടിപൊളിയാവില്ലേ? പിന്നെ ഓരോരുത്തർക്കും പല പല എക്സ്പ്രഷനും അതൊക്കെ വരുമ്പം ഒക്കെ കിടിലാവും. ടൈം പാസ്സായിട്ട് ചെയ്യാൻ പറ്റണേ നല്ല ക്രിയേറ്റീവ് ഐഡിയ കേട്ടോ ഇത്. പിന്നെ സ്ട്രെസ്സ് കുറക്കാനും ഹെൽപ്പ് ചെയ്യും. എല്ലാതും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല, പക്ഷേ വരച്ച് വരുമ്പം ഒരു പെർഫെക്റ്റായി നമുക്ക് തോന്നും. പറഞ്ഞു വന്നത് വരച്ച് കഴിയുമ്പം അടിപൊളിയാവും. അതന്നെ, വെറുതെ ഇരുന്ന് വരച്ചതാണെങ്കിലും ഫൈനൽ ലുക്ക് കാണാൻ അടിപൊളിയാട്ടോ. റാൻഡായിട്ട് ക്യൂട്ട് ഫേസസ് വരച്ചെടുക്കുക, അത്ര തന്നെ ഉള്ളു പണി. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് വരച്ച് നോക്കി, നിങ്ങളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. മൈൻഡ് ഫ്രഷ് ആയാൽ പിന്നെ പറയണ്ടല്ലോ, ക്രിയേറ്റീവ് ഐഡിയാസ് അങ്ങോട്ട് വർദ്ധിക്കും. അതന്നെ. പിന്നെ നിങ്ങളതായ പരീക്ഷണങ്ങൾ ഒരു പേപ്പറിൽ ചെയ്ത് നോക്കുക, ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയാവും. പിന്നെ സ്ക്രീൻ ടൈം കുറക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരു പേപ്പറും പെന്നും എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതാകുമ്പോൾ ഫോണിൽ കളിക്കണ്ടല്ലോ. ഒരു പ്ലാനും വേണ്ട, അങ്ങോട്ട് വരച്ച് നോക്കിക്കോ, പിന്നെ അങ്ങനെ അതിൻ്റെ വഴിക്ക് പോയിക്കോളും. ഓരോരോ ഫേസസും ആഡ് ചെയ്യുമ്പം ഡൂഡിൽ ആർട്ട് ഒന്ന് ക്യൂട്ടായിട്ടോ. ഡൂഡിൽ ആർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു റൂൾസും ഇല്ല, മനസ്സിൽ തോന്നിയത് അങ്ങനെ വരച്ച് തുടങ്ങുക, അത്രേ ഉള്ളൂ. ഫുൾ ഓഫ് ഇമാജിനേഷൻ. അതന്നെ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ബോറടിച്ചിരിക്കണ പീരീഡൊക്കെ നമുക്കിത് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ചിത്രം വരക്കാൻ കഴിയുമൊന്നും വേണ്ട, ഇതേപോലെയൊക്കെ ഒന്ന് വരച്ച് ഷോ കാട്ടാം. പിന്നെ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളി.